1960 സെപ്റ്റംബർ 14 ലോകത്തെ എണ്ണരംഗത്തെ രാഷ്ട്രീയവും സാമ്പത്തികവും മാറ്റിമറിച്ച ഒരു ദിവസം. ഇറാഖിലെ ബാഗ്ദാദിൽ നടന്ന യോഗത്തിന്റെ അവസാനത്തിൽ ലോകത്തിലെ 5 പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ചേർന്ന് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഓപെക് രൂപീകരിച്ചു. 1960 സെപ്റ്റംബർ 10 ആരംഭിച്ച ഈ യോഗത്തിൽ ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, വെനിസ്വല എന്നീ രാജ്യങ്ങളായിരുന്നു പങ്കെടുത്തത്. അന്നത്തെ പശ്ചാത്തലത്തിൽ എണ്ണവില നിയന്ത്രിച്ചിരുന്നത് പ്രസിദ്ധമായ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന വലിയ ബഹുരാഷ്ട്ര എണ്ണ കമ്പനികളായിരുന്നു. ഉൽപ്പാദക രാജ്യങ്ങൾക്ക് ലഭിച്ച വരുമാനം വളരെ കുറവായിരുന്നു. ഇതൊടുവിൽ സ്വന്തം പ്രകൃതി സമ്പത്ത് സംരക്ഷിക്കാനും എണ്ണവിലയിൽ സ്വയം തീരുമാനമെടുക്കാനും അവർക്കുള്ള അവകാശം ഉറപ്പാക്കാനുമാണ് ഓപെക് രൂപീകരിച്ചത്. അംഗരാജ്യങ്ങളുടെ എണ്ണ നയങ്ങൾ ഏകീകരിച്ച് വില നിർണയത്തിൽ കൂട്ടായ നിലപാടെടുക്കുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഒപെക്കിന്റെ സ്ഥാപനത്തിന് പിന്നാലെ സംഘടന വേഗത്തിൽ വികസിച്ചു. 1961 ഖത്തർ, 1962 ലിബിയയും ഇന്തോനേഷ്യയും, 1967 UAE, 1969 അൾജീരിയ, 1971 നൈജീരിയ, 1973 ഇക്വഡോർ, ഇങ്ങനെ അനേകം രാജ്യങ്ങൾ അംഗത്വം നേടി. ആദ്യകാലത്ത് ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലായിരുന്നുവെങ്കിലും 1965 ഓസ്ട്രിയയിലെ വിയന്നയിലേക്ക് മാറ്റി. 1970കളിൽ ഓപെക് ലോകം മുഴുവൻ ശ്രദ്ധ നേടിയത് എണ്ണവില വർധനയും 1973 അറബ് ഇസ്രയേൽ യുദ്ധത്തിനു ശേഷമുള്ള എണ്ണ എംബാർഗോയും വഴിയാണ്. പെട്രോൾ വില പെട്ടെന്ന് ഉയർന്നതോടെ വ്യവസായ രാഷ്ട്രങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും വലിയ ആഘാതം നേരിടേണ്ടി വന്നു. ഇത് പ്രഥമ ആഗോള ഊർജ പ്രതിസന്ധിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി. അന്നുമുതൽ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾക്ക് അന്തർദേശീയ സാമ്പത്തിക രംഗത്ത് ചർച്ചാധികാരം വർദ്ധിച്ചു. ഇന്ന് ലോകത്തെ മൊത്തം ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിന്റെ ഏകദേശം 40% സ്ഥിരീകരിക്കപ്പെട്ട എണ്ണശേഖരത്തിന്റെ 75%-ലധികവും ഓപെക് അംഗരാജ്യങ്ങളുടേതാണ്. അംഗത്വത്തിന് വലിയ എണ്ണ കയറ്റുമതിയുള്ള സംഘടനയുടെ ലക്ഷ്യങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുള്ള രാജ്യങ്ങൾക്കാണ് പ്രവേശനം. ഓപെക് പതിവായി യോഗം ചേരുകയും ഉൽപ്പാദന നിരക്കുകൾ നിശ്ചയിക്കുകയും ചെയ്യുന്നു. ഓപെക് രൂപീകരണം 20-ാം നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക രാഷ്ട്രീയ സംഭവമായി കണക്കാക്കപ്പെടുന്നു. പാശ്ചാത്യ ശക്തികളുടെ ഏകാധിപത്യത്തിന് വെല്ലുവിളിയുയർത്തി വികസന രാഷ്ട്രങ്ങൾക്കും അവരുടെ പ്രകൃതി സമ്പത്തിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള വഴികാട്ടിയായി അത് മാറി. ഇന്നും ആഗോള വിപണിയുടെ തന്നെ ഗതിയെ നിർണ്ണയിക്കുന്ന ഒരു ശക്തിയായി ഓപെക് നിലകൊള്ളുന്നു. 1960 സെപ്റ്റംബർ 14 ബാഗ്ദാദിലുണ്ടായ ആ തീരുമാനമാണ് ലോകത്തെ എണ്ണ രാഷ്ട്രീയവും സാമ്പത്തിക ശക്തി വിഭജനവും ഇന്നത്തെ രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. ഒരു യോഗം, പക്ഷേ അത് ലോകചരിത്രത്തിലെ തന്നെ ദീർഘകാല പ്രതിഫലനമായി മാറി.